ആത്മീയ ജാലകം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 എല്ലാ കാര്യങ്ങളിലും വിജയങ്ങളും നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ലഭിക്കാൻ അധികം സാധ്യതയുള്ള 6 കൂറുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് കാർത്തിക അവസാനത്തെ 3 പാദങ്ങൾ, രോഹിണി, മകയിരം ആദ്യത്തെ 2 പാദങ്ങൾ അടങ്ങിയിട്ടുള്ള ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് നിരവധി നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ലഭിക്കുന്ന വർഷമാണിത്. പഠനം, ജോലി, തൊഴിൽ, വിവാഹം, കുടുംബജീവിതം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ഇടവക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം നേടാനും പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാനും സാധ്യതയുള്ള വർഷമാണിത്. ജോലിയിലുള്ളവർക്ക് പ്രമോഷനും ശമ്പള വർധനയും ലഭിക്കും. കടങ്ങളുള്ളവർക്ക് കടങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ രംഗത്ത് അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകും. വ്യാപാരികൾക്ക് ലാഭം അധികരിക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകും. വിവാഹം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യവും ലഭിക്കും. കലാകാരന്മാർക്ക് പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും അനുഭവപ്പെടും. 2025 അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന കൂറുകളിൽ അടുത്തത് പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള കർക്കിടകക്കൂറാണ്. വർഷം തുടങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അഷ്ടമശനി അവസാനിക്കുന്നതിനാൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി നിരവധി അനുകൂല ഫലങ്ങൾ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം ലഭിക്കുന്നതാണ്. ദുഃഖങ്ങൾ മാറി മനസ്സന്തോഷം അധികരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹം നടക്കും. ജോലിയിലുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രമോഷനും ശമ്പള വർധനയും ലഭിക്കും. മെയ് മാസം മുതൽ ചിലവുകൾ അധികരിക്കുമെങ്കിലും അതിനനുസരിച്ച് വരുമാനവും വന്നു ചേരുന്നതാണ്. ചിലർക്ക് ഈ വർഷം വീട് വാഹന യോഗവും ഉണ്ടാകും. 2025 അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന കൂറുകളിൽ അടുത്തത് ചിത്തിര അവസാനത്തെ 2 പാദങ്ങളും ചോതിയും വിശാഖം നാളിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളും അടങ്ങിയിട്ടുള്ള തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് ഈ വർഷം ജോലി, തൊഴിൽ, സാമ്പത്തികം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും പരീക്ഷകളിൽ നല്ല മാർക്കോടെ വിജയം നേടാനും സാധിക്കും. ഉപരിപഠനത്തിനായും ജോലിക്കായും വിദേശത്ത് പോകാനും യോഗമുണ്ടാകും. ജോലിയിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കും. വർഷങ്ങളായി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും സാധ്യതയുള്ള വർഷമാണിത്. സന്തോഷം, സുഖം, സമ്പത്ത് എന്നിവ അധികരിക്കും. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. ഭൂമിയോഗം, വാഹനയോഗം എന്നിവ ഉണ്ടാകും. ചിലർക്ക് ലോട്ടറിയിലൂടെ വലിയ തുക സമ്മാനമായി നേടാനും യോഗമുണ്ടാകും. 2025 അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന കൂറുകളിൽ അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ധനുക്കൂറാണ്. ധനുക്കൂറുകാർക്ക് മെയ് മാസം മുതലായിരിക്കും അനുകൂല ഫലങ്ങൾ അധികം ലഭിച്ചു തുടങ്ങുക. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം, ജോലിയിൽ പുരോഗതി, ഉയർന്ന സ്ഥാനലബ്ധി, അധികാരം, സ്വാധീനം തുടങ്ങിയ നിരവധി ഗുണഫലങ്ങൾ ധനുക്കൂറുകാർക്ക് ഈ വർഷം ലഭിക്കുന്നതാണ്. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. രോഗങ്ങൾ വിട്ടൊഴിയും. എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കും. വ്യാപാരത്തിലും തൊഴിൽ രംഗത്തും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. സുഹൃത്തുക്കളുടെ സഹായവും പിന്തുണയും ഉണ്ടാകും. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കുന്ന വർഷമാണിത്. 2025 അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന കൂറുകളിൽ അടുത്തത് ഉത്രാടം നാളിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും തിരുവോണവും അവിട്ടം നാളിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും അടങ്ങിയിട്ടുള്ള മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് ഈ വർഷം ഏഴരശനി കാലം അവസാനിക്കുന്നതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും. പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും. നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം ലഭിക്കും. ജോലി സംബന്ധമായ യാത്രകൾ അധികരിക്കും. 2025 അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന കൂറുകളിൽ അവസാനത്തേത് അവിട്ടം അവസാനത്തെ 2 പാദങ്ങൾ, ചതയം, പൂരുട്ടാതി ആദ്യത്തെ 3/4 പാദം അടങ്ങിയിട്ടുള്ള കുംഭക്കൂറാണ്. കുംഭക്കൂറുകാർക്ക് മെയ് മാസം മുതലായിരിക്കും അനുകൂല ഫലങ്ങൾ അധികം ലഭിച്ചു തുടങ്ങുക. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വിദേശത്ത് പഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കൂടിയാലും വരുമാനവും അധികരിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. ഏഴരശനി കാലമാണെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂല സഞ്ചാരം മൂലം സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. പ്രതിസന്ധികൾ കുറയും. പുതിയ തൊഴിലവസരങ്ങളുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. സമൂഹത്തിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. പുത്രഭാഗ്യം, ധനലാഭം, വീട് വാഹന യോഗം ഇതുപോലെയുള്ള നിരവധി ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. ഇതുവരെ പറഞ്ഞ 6 കൂറുകാർക്കാണ് 2025 അനുകൂല ഫലങ്ങൾ അധികം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.